ഇഷ്ടംപോലെ പൈസ ഭഗവാൻ ഈ ആനപ്പണിയെടുത്ത് എനിക്ക് കൈ നിറച്ച് കാശ് അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ ഇന്നും അന്നും കാണുന്നത്. കാരണം അന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് വിഷമിപ്പിച്ച് യാതൊരു പ്രതിഫലം ചോദിക്കാനോ അദ്ദേഹത്തിന് മനസ്സ് വിഷമിപ്പിക്കാനോ ഒന്നിനും ഞാൻ നിന്നിട്ടില്ല. അദ്ദേഹം മരിക്കുന്നിടം വരെ. അദ്ദേഹത്തിന് ഞാൻ ഗുരുവായൂരിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഓണത്തിന് അദ്ദേഹത്തിന് വസ്ത്രം ഞാൻ കൊണ്ട് കൊടുത്തതിന് ശേഷം അദ്ദേഹം ഊണ് കഴിക്കത്തുള്ളൂ. അവിട്ടത്തിൻ്റെ അന്ന് കൊണ്ട് കൊടുത്ത് അതേ ഉടുക്കുള്ളൂ, വേറെ ആരും കൊടുത്താലും ഉടുക്കില്ല. അങ്ങനെ ഒരു വലിയ ആത്മബന്ധം ഗുരുവായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഞാൻ നിൽക്കുമായിരുന്നു. അങ്ങനെ ശിക്ഷണത്തിൽ വളർന്ന് ശിക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജോലിയിൽ തൃപ്തരാകാൻ കഴിയത്തുള്ളൂ. ഗുരുത്വം വേണം, ഈ ജോലിക്ക് ഗുരുത്വം വേണം. അതായത് പൂർണ്ണ സമർപ്പണം, പൂർണ്ണമായിട്ടുള്ള ക്ഷമ. ഇത് രണ്ടും ഇല്ലാതെ ഈ ജോലി മുന്നോട്ട് എളുപ്പമല്ല. ക്ഷമാശീലമുള്ളവന് മാത്രമേ ഒരു ആനയെ കൈകാര്യം ചെയ്ത് ഭംഗിയായ രീതിയിൽ കൈകാര്യം ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റും. ഇപ്പം എല്ലാവർക്കും പറ്റും, എല്ലാവരും കൊണ്ട് നടക്കുന്നുണ്ട്, അതിനൊന്നും ഒരു വിരോധമില്ല. പക്ഷേ ക്ഷമാശീലമില്ലാത്ത ഇതൊരു വന്യമൃഗമാണ്. അതൊരു വന്യത ഉള്ള ഒരു മൃഗമാണ് ആന. ആ ആനയെ സംബന്ധിച്ച് എപ്പോഴും ഏത് സമയത്തും എന്ത് കാര്യങ്ങളും കാണിക്കാൻ കഴിവുള്ളൊരു വസ്തുവാണ് ആന. അത് ഏത് സമയത്തും കാണിക്കാം. പക്ഷെ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറിയില്ല എങ്കിൽ ഒരു വർഷക്കാലം ഒരാനക്കാരൻ ഒരാനയിൽ നിന്നെങ്കിൽ അതിൻ്റെ ഏകദേശ രൂപങ്ങളും അതിൻ്റെ സ്വഭാവങ്ങളും എല്ലാം മനസ്സിലാക്കാൻ കഴിയുള്ളൂ.